SEO എക്സ്പേർട്ടായിട്ട് 2 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോം പേജ് SEO, എങ്ങനെയാണ് ഒരു ഹോം പേജ് SEO ഓഡിറ്റ് ചെയ്യുക എന്നതാണ്. തുടങ്ങാം. സോ നമുക്ക് ഇന്നിവിടെ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഹോം പേജ് SEO ഓഡിറ്റ് ചെയ്യുക എന്നതാണ്. ഇത് തുടങ്ങുന്ന മുമ്പ് നമുക്ക് എന്താണ് ഓൺ പേജ് SEO എന്ന് പറഞ്ഞാൽ, ഓൺ പേജ് SEO എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനുള്ള കോണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് മെയിൻലി ഓൺ പേജ് SEO എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഓൺ പേജ് എന്തെങ്കിലും ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ ഓൺ പേജ് SEO 2 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. മെയിനായിട്ട് ഒന്ന് യൂസറും ഒന്ന് സെർച്ച് എഞ്ചിൻസിൻ്റെ ബോട്ട്സും. ഗൂഗിൾസിൻ്റെ ബോട്ട്സോ എന്ത് സെർച്ച് എഞ്ചിനാണ് വെബ് ക്രോളേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒന്ന് യൂസറിന് ഒപ്റ്റിമൈസ് ചെയ്യണം, യൂസറിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം, ഒന്ന് ക്രോളേഴ്സിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. ഇതാണ് 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ SEOയിൽ നോക്കേണ്ടത്. കാരണം ഒന്നാം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യൂസറാണ്. കാരണം യൂസറാണ് പൈസ തരുന്നത്, ഗൂഗിളിൻ്റെ ബോട്ട് നമുക്ക് പൈസ തരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസറിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ഇനിയിപ്പോൾ നമുക്ക് നൗ വി ക്യാൻ ഫോക്കസ് ഓൺ തിങ്സ് ടു ഫോക്കസ് ഓൺ പേജ് SEO. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹെഡിങ്ങിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റേർണൽ ലിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻട്രോ, ഔട്ട്രോ, URL ഹോം പേജിന് ബാധകമല്ല, അല്ലാത്തതിൻ്റെ പേജിന്. ഇപ്പോൾ നമുക്കൊരു റാൻഡമായിട്ട് പെർട്ടിക്കുലർ ലൈവായിട്ടുള്ളൊരു ഓഡിറ്റ് നടത്താം. ഓക്കെ, റാൻഡമായിട്ടുള്ളൊരു ക്വറി പെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊച്ചി അടിക്കാം. ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ആദ്യത്തെ നമുക്ക് പോകുന്നുണ്ട്. കാരണം ആദ്യത്തിലൊക്കെ ഫുൾ റാങ്ക് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് റാങ്ക് ചെയ്യുന്നുണ്ടാകുക. സോ അതിൽ പോകണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ആയുർധാര കുറച്ച് നേരത്തെ ഞാനൊരു റാൻഡമായിട്ടൊരു വെബ്സൈറ്റ് എടുത്തായിരുന്നു. അവിടെ കാണില്ല. അപ്പോൾ നമുക്ക് ഇത് പോവാം. അസ്തയാകര ഇതാവുമ്പോൾ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇതിൽ നിൽക്കുന്നത് 6ാമത്തെ പേജാണ്. ഓക്കെ, ആ 6th പേജിൽ. എന്നിട്ട് അവർക്ക് ഇതിൽ കാണിക്കുന്നത് 1500 ട്രാഫിക് ഉണ്ട് എന്നാണ്. ലെറ്റ്സ് സീ. ന്യൂ OP ബ്ലോഗ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ എനിക്കെന്താ ഇവിടെ നിന്ന് കിട്ടുമോ? ഫീൽ ദ ബ്യൂട്ടി. എനിക്കിവിടെ വന്നിട്ട് ഒന്നും കിട്ടും. ഞാനൊരു യൂസറാണ്. ഞാൻ അടിച്ചിറക്കണം ബെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റലും കൊച്ചിയാണ്. എനിക്കിവിടെ എന്താ കിട്ടണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ അത് ഭയങ്കര ബാഡാണ്. അവർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങോട്ടും പോകുന്നുണ്ടോ? ഇല്ല. ഇൻറ്റേർണൽ ലിങ്കിങ് ബാഡാണ്. ഇപ്പം തന്നെ നമുക്ക് പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ SEO എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ജാർഗൻ ചൊല്ലുന്ന ടെക്നിക്കലായിട്ട് ഭയങ്കര ഇത് വേണ്ട, ഒന്നും വേണ്ട. ബുദ്ധി ഉപയോഗിച്ച് നോക്കുക, ബുദ്ധി യൂസ് ചെയ്യുക. എത്ര മാസമുള്ള SEO എന്താ പറയുന്നത്. ഓക്കെ, ഇവിടെ പോകുന്നുണ്ട്. സോ പിക്ചർ അത് ഭയങ്കര വേഗമായിട്ടുള്ള, ഇവിടെ ഒന്നുമില്ല. സോ ഫസ്റ്റ് നമുക്ക് പറഞ്ഞ പോലെ ടൈറ്റിൽ നോക്കാം. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ബോർ, ഹെഡിങ്, നോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മെയിനായിട്ടുള്ള സ്ട്രക്ചറാണ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹെഡിങ്ങിൻ്റെ സ്ട്രക്ചർ, ഇൻട്രോ, ഔട്ട്രോ, ഇൻറ്റേർണൽ ലിങ്കിങ്, പിന്നെ URLs. സോ ഇത് നോക്കിയപ്പോൾ നമുക്ക് മെയിൻ മനസ്സിലാവും. ടൈറ്റിലില്ല, ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഹെഡിങ് സ്ട്രക്ചേഴ്സിൻ്റെ റോങ് ആണ്. സോ ഇത് ചേഞ്ച് ചെയ്താൽ തന്നെ ഇവർക്ക് വേണമെന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടും സഡനായിട്ട്. നമുക്ക് റാൻഡമായിട്ട് ഒരിടത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഹോം പേജ് വിടാൻ പറഞ്ഞാണെങ്കിൽ ഓക്കെ, നമുക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. തൃപ്പൂണിത്തറ, ഐ ഡോണ്ട് നോ, സ്പെല്ലിംഗ് പോലും കറക്റ്റല്ല. സോ ഇത് ചെയ്താൽ തന്നെ അവർക്ക് ഒരുപാട് ഇത് ചെയ്യും. പിന്നെ ഇതിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ EEAT മസ്റ്റ്. ഗൂഗിൾ ഈ സെർച്ച് ക്വാളിറ്റി ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് ഇത് മസ്റ്റാണ്. അപ്പോൾ ഇതിലൊരു ഓതറിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്തു പറഞ്ഞത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് അവിടെ അങ്ങനെ തീർന്നു. പിന്നെ നമ്മൾ ഈ ഇൻറ്റേർണൽ ലിങ്കിങ് പോരാ, ക്രോൾ ഡെപ്ത് ഓക്കെ ആയിരിക്കും തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. കാരണം സ്ക്രീൻ ഫ്രോഗ് വെച്ച് ചെയ്യണം, അത് വേറൊരു വീഡിയോ വെക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വറി, അത് സെമാൻറ്റിക് റേഷ്യോ, പിന്നെ ഹൗ ടു റേറ്റ് കോണ്ടന്റ് ആക്ച്വലി റാങ്ക്, അതൊക്കെ വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ ഞാനത് ഇവിടെ വെച്ചിട്ടുന്നുള്ളൂ. പിന്നെ ഇത് വേണം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് തരാം. ഈ ക്വറി ടൈപ്പ്, ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വറി, ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വറി ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് സെർച്ച് ചെയ്ത് അത് നോക്കി പിന്നെ അതിൽ നിന്ന് ഇൻഫോർമേഷൻ റിട്ടേൺ ചെയ്തിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനൊരു കോസ്റ്റാണ്. ഈ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് കുറേ യൂസ് ചെയ്ത് പറഞ്ഞാൽ. സോ ഫോർ എക്സാമ്പിൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കൊച്ചി
ജസ്റ്റ് എക്സാമ്പിൾ. പക്ഷെ അതിൽ വേണ്ട പഞ്ചകർമ്മ, എന്നിട്ട് പഞ്ചകർമ്മയുടെ ഡീറ്റെയിൽസ് എന്തായാലും വാട്ട് ഈസ് പഞ്ചകർമ്മ, എന്നിട്ട് അതിലൊരു ഡീറ്റെയിൽസ് കൊടുത്തു പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടിയതിൽ കോസ്റ്റ് കുറയും. കാരണം എക്സാക്ട്ലി നമ്മളെന്താ തപ്പുന്നുണ്ട്, വാട്ട് ഈസ് പഞ്ചകർമ്മ ക്വസ്റ്റ്യൻ മാർക്ക്, പഞ്ചകർമ്മ ആസ് എ മെത്തേഡ് ഓർ പ്രോസസ് ഓഫ് ബ്ലാ. ഓക്കെ, അതിന് പകരം വെറും പഞ്ചകർമ്മ മീൻസ് സോ മച്ച് ഡിഫറൻസ്. സോ യാ, അങ്ങനെയാണ്. സോ ഇത്രയാണ് ഓൺ പേജ് SEO. എന്താണ് ഓൺ പേജ് SEO എങ്ങനെ ചെയ്യുന്നത്, ഫുൾ ബുദ്ധി വെച്ചിട്ടാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ടെംപ്ലേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇഫ് യു വോണ്ട് ഐ ക്യാൻ പ്രൊവൈഡ്. ഐ വിൽ ബി അപ്ഡേറ്റിംഗ് a certain type of template in the comment box or in the description. You can check it out. So yeah, അതോടെ ഇന്നത്തെ നമ്മുടെ ഓൺ പേജ് SEO കഴിഞ്ഞിരിക്കുന്നു. ബൈ ഗൈസ്, ബൈ.